ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മനോവിശ്ലേഷണ സിദ്ധാന്തത്തെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയ വ്യക്തിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹം പറയുന്നത് മനുഷ്യ മനസ്സിന് 3 തലങ്ങളാണുള്ളതെന്നാണ്. അവയാണ് ഫസ്റ്റ് കോൺഷ്യസ് മൈൻഡാണ്, അതായത് ബോധ മനസ്സ്. രണ്ടാമത്തത് സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ്. തേർഡ് വൺ അൺകോൺഷ്യസ് മൈൻഡ്, അബോധ മനസ്സ്. അതിൽ ബോധ മനസ്സ് അഥവാ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് സാധാരണ നിലയിലുള്ള നമ്മുടെ ഈ ഒരു മനസ്സിനെയാണെന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ എങ്ങനെയാണുള്ളത് ആ ഒരു മൈൻഡിനെയാണ് ബോധ മനസ്സ് എന്ന് പറയുന്നത്. ഇനി ഉപബോധ മനസ്സ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള സമയത്ത്, അതായത് ഇപ്പോൾ ഇന്നലെ നടന്ന കാര്യം നമ്മുടെ മനസ്സിലേക്ക് ഇന്ന് വരുന്നതിനെയാണ് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എന്താണോ നമ്മുടെ മൈൻഡിൽ എന്താണോ ഉള്ളത് അത് നമുക്ക് പിന്നീട് ഓർക്കാൻ കഴിയും. അതിനെയാണ് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. ഇനി അബോധ മനസ്സ് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വിഷമമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ആഴത്തിലായിരിക്കും അതൊക്കെ ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആരുടെയും മരണമോ അല്ലെങ്കിൽ ആർക്കെങ്കിലും തേപ്പൊക്കെ കിട്ടിയാലൊക്കെ അതൊക്കെ എന്താണ് നമ്മുടെ മനസ്സിലെ ആഴത്തിലുള്ള കാര്യങ്ങളാണ്. അതൊക്കെ എന്താണ് അതിനെയാണ് എന്ത് പറയുന്നത് അബോധ മനസ്സ് അഥവാ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ആ ഒരു മനസ്സിലെ ആഴത്തിലുള്ള കാര്യങ്ങളെ വീണ്ടും കൊണ്ടുവരിക, അതായത് വീണ്ടും ബോധ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് എന്ത് പറയുന്നത് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഇനി മനസ്സിൻ്റെ മനോഘടനയെ 3 തരംതിരിച്ചിട്ടുണ്ട്. അതാണ് ഇദ്, ഈഗോ, സൂപ്പർ ഈഗോ. ഈ 3 ടൈപ്സ് ആണുള്ളത്. അതിൽ ഇദ് എന്ന് പറയുന്നത് നമ്മുടെ ജനനം മുതൽ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്നതാണ് എന്ത് ഇദ് എന്ന് പറയുന്നത്. അതിലിപ്പോൾ ശാരീരിക ആവശ്യങ്ങൾ, പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ, ലൈംഗിക വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, പെട്ടെന്നുള്ള ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാനുള്ള ത്വര, അതായത് നമ്മുടെ സ്വന്തം കാര്യം മാത്രം, അതാണ് ഇദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈഗോ എന്ന് പറയുന്നത് ഇത്തിൻ്റെയും സൂപ്പർ ഈഗോയുടെയും സെൻട്രലാണ് ഈഗോ വരുന്നത്. അതായത് ഇത് കാരണം വരുന്ന, അതായത് ഇപ്പോൾ സ്വന്തം കാര്യമാണ് പറഞ്ഞില്ലേ ഇത് എന്ന് പറയുന്നത്, ആ ഇത് കാരണം വരുന്ന പ്രശ്നങ്ങളെ നിയന്ത്രിക്കുകയാണ് ഈഗോ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അതിനെതിരെ ഇപ്പം ഇത് ഒരാളെ അടിക്കാൻ ഓങ്ങിയെന്ന് വെച്ചോ, പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യുന്നതാരാണ്? അത് വേണ്ട, അയാളെ തല്ലണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ്, അതായത് ഈഗോ ആണ് എന്ത് ചെയ്യുന്നത് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. പ്രശ്ന നിർദ്ധാരണം, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നേർ വിപരീതമാണ് സൂപ്പർ ഈഗോ വരുന്നത്. ഇതിൽ പരിപൂർണതയ്ക്ക് വേണ്ടിയുള്ള ശ്രമമാണ്, സാമൂഹിക നന്മയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്, ശരിയും തെറ്റും നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സൂപ്പർ ഈഗോന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഒരാളെ തല്ലാൻ ഒതുങ്ങി എന്നല്ലേ, അപ്പം അതിനെ കൺട്രോൾ ചെയ്ത് വേണ്ട എന്ന് പറഞ്ഞ് ആ പ്രശ്നത്തെ എന്ത് ചെയ്യുന്നു സോൾവ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നടന്നു പോകുമ്പോൾ ഇപ്പോൾ ഒരു 500 നോട്ട് കണ്ടെന്ന് വിചാരിച്ചു, അതാരും കാണാതെ പോയി എടുക്കുന്നതാണെങ്കിൽ അത് ഇതിൻ്റെ പ്രവണത മൂലമാണ്. മറിച്ച് അത് എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലെത്തുന്നില്ലേ, അതെന്തുകൊണ്ടാണ് ഈഗോ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ സൂപ്പർ ഈഗോ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്, ആ ക്യാഷ് എടുത്തിട്ട് അത് ആരുടെ പണമാണോ അത് അവരെ തന്നെ ഏൽപ്പിക്കുന്നതാണ് എന്ത് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമൂഹിക നന്മയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒന്നാണ് എന്ത് പറയുന്നത് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മനോവിശ്ലേഷണ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഓക്കെ, ബൈ.